പ്ലേറ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. പ്ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് എന്തിനാണെന്നല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഹലോ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? അപ്പോൾ പല്ലൊക്കെ എടുത്തതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, നീരുണ്ട്, നല്ലോണം നീര് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പയ്യെ ഒന്ന് കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇന്നലെ ഏകദേശം 3-3:30 ആയപ്പോഴാണ് പല്ലെടുത്തത്. ഇന്ന് ആ ഒരു സമയമായപ്പോഴാണ് പയ്യെ നീര് കുറഞ്ഞു തുടങ്ങിയത്. പയ്യെ ഞാൻ ആ ലിക്വിഡ് ഫുഡൊക്കെ മാറ്റി പയ്യെ ചോറൊക്കെ ഉണ്ണാൻ തുടങ്ങി. എന്നാണെങ്കിലും ഇത്രയും ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വേദന ഉണ്ട്. എനിക്ക് ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ പല്ല് നല്ല സ്ട്രോങ് ആണെന്നുള്ള ഡോക്ടർ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ പല്ലെടുത്തു. ഇനിയുണ്ട് കേട്ടോ, 3 പല്ലും കൂടെ ഉണ്ട്. ഇപ്പം എടുത്ത പല്ല് താഴത്തെ പല്ലാണ്, ഈ അറ്റത്ത്. ഇനി അതിൻ്റെ മേളിലുള്ള പല്ലെടുക്കണം, പിന്നെ ഈ സൈഡ് എടുക്കണം. അപ്പം അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ എനിവേ പല്ലിൻ്റെ ആ ഒരു വേദനയൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ പയ്യെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. എത്ര നേരമാണെന്ന് വെച്ചാൽ പെരക്കകത്തിരിക്കണം മടുത്തോട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരക്കകത്തിരിക്കാൻ പറ്റുമോ? അതുമില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ വേദനയൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ പയ്യെ ലൂസിക്കും റോക്കിക്കും തീറ്റ കൊടുക്കാനും, കോഴികൾ കുറേ ദിവസമായിട്ട് വിലസ് നടക്കുമായിരുന്നു പുറത്തോടെ, അതിൻ്റെ അറിയാനുണ്ട്. ചുറ്റും മുറ്റം മുഴുവൻ കാഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോഴീനെ ഞാൻ തന്ത്രപൂർവ്വം തീറ്റയൊക്കെ കൊടുത്ത് കൂട്ടി കയറ്റി പൊരുന്ന കോഴിയെ ചാടിച്ചു വിട്ടു. പൊരുന്ന കോഴി അവിടെ പൊരുന്നട്ടെ, കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. പിന്നെ ക്യൂട്ടിക്കാണെങ്കിൽ ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടിരിക്കുകയാണ്. കൊക്കോ ഒന്ന് കടിച്ചു. അപ്പോൾ അത് നല്ലോണം പഴുത്തിരിക്കുകയാണ്. അതിനെ കൊണ്ട് ആശുപത്രി പോകണം. അപ്പോൾ അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഈവനിങ് ഞാൻ പയ്യെ ചെടി നനയ്ക്കാനും ഇതുങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ ഒരു പ്ലേറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. പ്ലേറ്റായിട്ട് ഇറങ്ങിയത് എന്തിനാണെന്നല്ലേ, അപ്പം നമ്മുടെ ഒരു ചെടി നിറയെ പൂത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ പൂക്കളെല്ലാം പറിക്കാനാണ്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഹോബീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ മുല്ലതേ നിറച്ച് പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആ മുല്ലപ്പൂ എല്ലാം കൊഴിഞ്ഞാടി പോവാതെ അതെല്ലാം പറിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ. പറിച്ചിട്ട് നമ്മൾ ടേബിളിലോ ടീപ്പോയിലൊക്കെ വയ്ക്കും. ഒരു രസമല്ലേ, വീടിനകത്ത് കയറുമ്പോൾ എല്ലാം മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടട്ടെ. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് ഇത്രയും പൂ കിട്ടിയിട്ടോ നമുക്ക്. നമ്മുടെ വീട്ടിൽ കുറ്റിമുല്ലയുള്ളത് അത്തേന്ന് കിട്ടിയതാണ്. പ്രത്യേകിച്ച് ഒരു വളമോ ഒന്നും ചെയ്യാണ്ട് ഇത്രയും പൂക്കളുണ്ടായി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ടീപ്പോയി കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ രാത്രിയിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും റൂം നിറയെ.